സാധാരണ മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ട്, ഈ പണമില്ലാതാകുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറും പണമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഇത് രണ്ടും ഒരു പ്രധാനമാണെന്ന് പറയാറുണ്ട്. ഇത് വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യത്തിനുമൊക്കെ പ്രധാനമാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു താന്തോന്നി രാജ്യമെന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന, സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത, നമ്മളൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡ്രൈവർമാരായ പാകിസ്ഥാനികൾ വളരെ സങ്കടത്തോടെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അവിടുത്തെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥ, എങ്ങനെ ജീവിക്കും, എങ്ങനെ മടങ്ങും എന്നൊക്കെ ഉദ്ദേശിക്കുന്ന അവസ്ഥ. വിജയിച്ച ആളിനെ പോലും തോറ്റു എന്ന് പറഞ്ഞ് ജയിലിലടച്ച് ഇപ്പോൾ അവിടെ ഒന്ന് രണ്ട് കുട്ടിക്കോമാളികൾ നടത്തുന്ന ഭരണത്തിൻ്റെ ഭാഗമായി ഭയങ്കര പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അവിടെ അടിക്കും, ഇവിടെ തകർക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ഇതിനെല്ലാം ഒത്താശ പാടിക്കൊണ്ട് ഇവനെ പൊക്കാൻ നമ്മുടെ സ്വന്തം ഫ്രണ്ടിൻ്റെ ഫ്രണ്ടുണ്ട്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മുടെ മച്ചമ്പി, ട്രംപ് മച്ചമ്പി. ഇന്നലെ മച്ചമ്പി കീച്ചുന്ന കേട്ട് 7 വിമാനം നമ്മുടെ അടിച്ച് താഴെ ഇട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടുത്തെ പുള്ളി ഒരു അക്ഷരവും മിണ്ടുന്നില്ല. വേറെ ആരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഭയങ്കര ചക്രശ്വാസം വലിച്ച് അന്തരീക്ഷത്തിൽ തൂങ്ങി അടിച്ചേനെ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു, മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ, ഇങ്ങനെ പേടിക്കാതെന്ന്. പരസ്യമായിട്ടല്ലേ യോഗത്തിൽ പറഞ്ഞത് 7 വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന്. അപ്പോഴത്തേക്ക് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് വേറൊന്നുമല്ല, പ്രധാനമന്ത്രിയെ അവിടെ വെച്ച് വധിക്കാൻ ശ്രമിച്ചത് ആ രാജ്യങ്ങൾക്ക് കൈമാറണം. അതുപോലെ തന്നെ വിദേശത്തുള്ള രാജ്യങ്ങളുടെ ഏതെങ്കിലും തന്ത്രപ്രധാനമായ ഏജൻസികൾ ഇത് പറയണം, നമ്മുടെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് പുള്ളി പോകാതിരുന്നതെന്നൊക്കെ. സംഗതി എന്താ? പോകാനും പറ്റൂല, പോകാതിരിക്കാനും പറ്റാത്ത നിലയിലാണ് നമ്മുടെ നയം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അസീം മുനീർ എന്ന് പറയുന്ന ഒരു സേനയുടെ തലവനും അവിടുത്തെ പ്രധാനമന്ത്രിയും കൂടെ നടന്ന് എല്ലാ രാജ്യവുമായിട്ടും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ചെന്ന് കരാർ ഒപ്പിട്ടു. ഇപ്പോൾ ദേ അവിടെ പോകാൻ പോകുന്നു. എവിടെയാണെന്ന്? ഈ ഫലസ്തീനിൽ പോകാൻ പോകുന്നു. ഫലസ്തീനിൽ ചെന്ന് അവിടെ സമാധാനം സ്ഥാപിക്കാൻ ഇപ്പോൾ സേനയെ വിടുമെന്നാണ് ഇവൻ വിളമ്പിയേക്കുന്നത്. സേനയെ അങ്ങോട്ട് വിടാനായിട്ട് പോയാലേ സ്ഥലം പാകിസ്ഥാനാണ്. അവന്മാരെല്ലാം കൂടെ ഇവൻ്റെ കൊട്ടാരവും കത്തിച്ച് അവിടെ കഴിയുന്ന അക്രമങ്ങൾ മുഴുവൻ പ്രവർത്തിക്കും. അങ്ങനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി വന്ന് നമ്മുടെ രാജ്യത്തിരിപ്പുണ്ടല്ലോ, ഷേഖ് ഹസീന എന്ന് പറഞ്ഞതുപോലെ. ജനം ഇറങ്ങിയാൽ പിന്നൊരു രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് അത് വെറും ഉമ്മാക്കിയ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കി വെച്ചോ, ഇവൻ എത്ര കാശ് എവിടെല്ലാം വാങ്ങിച്ച് ഏത് രാജ്യങ്ങളുമായിട്ട് കൺസ്പയർ ചെയ്ത് എത്ര കറപ്ഷൻ നടത്തിയാലും അവിടെങ്ങും പാകിസ്ഥാൻ സേന ഇറങ്ങിയാൽ ഇവിടെങ്ങും ഇവൻ ഒരു സ്വസ്ഥതയുണ്ടാവില്ല. വാരി തൂക്കിയെടുത്ത് നിലത്തടിക്കും എല്ലാവരും കൂടെ. അതാണ് സ്ഥിതിവിശേഷം. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ അലിയാർ കാസിം ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഒരു ക്ലിപ്പാണ്. എന്ന് വെച്ചാൽ ഈ തുടരെ ഇങ്ങനെ ആക്രമിക്കുകയും, ഇപ്പോൾ കണ്ടില്ലേ, ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി വെച്ചിട്ട് സമയമുള്ളപ്പോൾ പോയി അടിക്കും, അടിച്ചിട്ട് തിരിച്ചു വന്ന് പറയും ഇനി മുതൽ വെടിനിർത്തൽ, വീണ്ടും അടിക്കും, വീണ്ടും വെടിനിർത്തൽ. അപ്പോൾ ട്രംപ് അമേരിക്കയിൽ നിന്ന് പറയും അത് അടിച്ചെങ്കിലും കരാർ ലംഘിച്ചിട്ടില്ല, കരാർ അതുപോലെ തന്നെ നിൽപ്പുണ്ട്, ഇപ്പോൾ വെടിനിർത്തലായി, ഇനി വീണ്ടും ഈ ഇസ്രയേലിന് തോന്നുമ്പോൾ വീണ്ടും പോയി അടിക്കും, എന്നിട്ട് വീണ്ടും വെടിനിർത്തും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ സന്ദർഭത്തിൽ വളരെ സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന ആളുകളുടെ ഈ പറയുന്ന മുന്നിൽ വളരെ മനോഹരമായി ഒരു വർത്തമാനം പറഞ്ഞു നമ്മുടെ അലിയാർ കാസിമി ഉസ്താദ്. ആ പ്രസംഗം ഒന്ന് കേൾക്കാം. നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ചില കോർണറുകളിലൊക്കെ അലിയാർ കാസിമി ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഒരല്പം തൊട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില സാധനം ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ആറ്റി കൊണ്ടുവരുന്നുണ്ട്. അത് വരട്ടെ, വരുമ്പോൾ അതിന് മറുപടി പറയാം. ഇപ്പോൾ പ്രസംഗം കേൾക്കാം. ഖത്തറിലേക്കും യമനിലേക്കും എല്ലാം മാറി മാറി ഇസ്രയേൽ എന്ന് പറയുന്ന ദുഷ്ടശക്തി മിസൈൽ അയക്കുമ്പോൾ നമ്മൾ പതറണ്ട. വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. പടച്ചവന്റെ പദ്ധതി അതാ. ഒരു സമൂഹം, ഒരു രാഷ്ട്രം നശിക്കാനാകുമ്പോൾ അവരവരുടെ അക്രമ പ്രവർത്തനങ്ങൾ പെരുപ്പിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. ലോകം മുഴുവൻ എതിർത്തിട്ടും നിയന്ത്രിക്കാനാവാതെ ഒരു പേപ്പട്ടി കുതിക്കുകയാണ് ലോകത്ത്. ഇതാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ, നാം ഒരു നാടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അമർനാ മുത്രഫീഹാ, അവിടുത്തെ സുഖലോലുപന്മാരോട്, അഹങ്കാരികളോട് നാം പറയും, കൽപ്പിക്കും, ഫഫസഖൂ ഫീഹാ, നിങ്ങളുടെ തെമ്മാടിത്തരം നിങ്ങൾ ആവോളം ചെയ്തോളൂ എന്ന്. അപ്പൊ അല്ലാഹ് തെമ്മാടിത്തരം ചെയ്യാൻ പറയുമെന്നാണോ? ഞാനല്ല. എന്നാ നീ ചെയ്യാനുള്ളത് ചെയ്യാൻ നമ്മൾ പറയുന്ന പോലെ അതാ കൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. എന്നാ നീ ചെയ്യാനുള്ളത് ചെയ്യടാ, ഞാൻ കാണട്ടെ എന്ന് പറയുന്ന കൽപ്പന. നീ ചെയ്യുന്നത് പരമാവധി ചെയ്യ്. അതാണ് പാവം ഗസയോട്, പാവം ഖത്തറിനോട്, യമനോട് ഈ ദുഷ്ടശക്തികൾ. ഇതൊന്നും കണ്ട് ഈ സമുദായം പതറരുത്. ഇതിലും വലുത് കണ്ടതാണ് അള്ളാഹു അവന്റെ റസൂലിനെ നൽകിയതും റസൂല് തന്റെ അനുചരന്മാർക്ക് നൽകിയതും ഈ ലോകത്ത് പുലർന്നിട്ടേ ഉള്ളൂ. അള്ളാഹു പറയും അവർ പരമാവധി തെമ്മാടിത്തരം ചെയ്യും.
അപ്പൊ ഈ നശിക്കാൻ പോകുന്ന സമൂഹം അവർ ഈ ലോകത്ത് തെമ്മാടിത്തരം പെരിപ്പിക്കുമെന്നുള്ളത് നാശത്തിന്റെ മുന്നോടിയാ. അതോടുകൂടി അള്ളാഹുവിന്റെ വചനം അവരുടെ മേൽ പുലരും. അതോടുകൂടി അള്ളാഹു തല തൂത്തുവാരിക്കളയും. ഇതാണ് നാം എത്ര സമൂഹങ്ങളെ നശിപ്പിച്ചു നൂഹിന് ശേഷം. തന്റെ ദാസന്മാരുടെ പാപങ്ങളെ കാണാനും കേൾക്കാനും അള്ളാഹു തന്നെ ധാരാളം മതി. ആരും കണ്ടില്ലെങ്കിലും കാണാൻ അള്ളാഹു ഉണ്ട്.